ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 4/4 പോർട്ടലിൻ്റെ എനർജി അപ്ഡേറ്റും അതേപോലെ തന്നെ ഈ മാസം 8-ാം തീയതിയുള്ള സോളാർ എക്ലിപ്സിൻ്റെയും എനർജി ഒന്ന് മനസ്സിലാക്കാം. 2024 എന്ന് പറയുന്നത് ശരിക്കും ട്വിൻ ഫ്ലെയിംസിന് കർമ്മ ക്ലിയറൻസിൻ്റെ ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ സ്പെഷ്യലായിട്ടും കഴിഞ്ഞ മാർച്ച് 25-ാം തീയതി തൊട്ട് ഇങ്ങോട്ട് ഏപ്രിൽ 8-ാം തീയതി വരെയുള്ള ഒരു കോസ്മിക് എനർജിയുടെ വ്യത്യാസം, ആ ഒരു സമയം എന്ന് പറയുന്നത് ഡെത്തിൻ്റെയാണ്, റീബർത്തിൻ്റെയാണ്, ജഡ്ജ്മെൻറ്റിൻ്റെയാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൾഡ് വേർഷൻ്റെ ഡെത്ത് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് നമ്മളിലെ ആ ഒരു ന്യൂ വേർഷൻ, നമ്മളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ ഒരു വെർഷനിലേക്ക് നമ്മൾ ചുവടെടുത്ത് വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വരെ ജഡ്ജ്മെൻറ്റ് കിട്ടാത്ത പല കാര്യങ്ങളിലും ജഡ്ജ്മെൻറ്റ് കിട്ടാൻ പോകുന്ന ഒരു പോർട്ടൽ കൂടെയാണ് ഇത്. പോർട്ടൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കോസ്മിക് ഗേറ്റ്വേസ് ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഈ കോസ്മിക് എനർജീസുമായിട്ട് നമ്മൾക്ക് കണക്റ്റായി നമ്മളുടെ ഹീലിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. അതിൻ്റെ കൂടെ തന്നെ മെർക്കുറി റെട്രോഗേറ്റും ഈ സമയത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെയും ശരിക്കുമുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ന്യൂലി അവേക്കൻ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യം പറയാം. ഈ ഫെമിനൈൻ എനർജീസിന് പലയിടത്തു നിന്നും ഒറ്റയടിക്ക് ട്രിഗേഴ്സ് കിട്ടാവുന്നതാണ്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ പോകുന്നതാണ്, ഈഗോ ഡെത്ത് സംഭവിക്കുന്നതാണ്. ഈ ജേർണിയെക്കുറിച്ച് പതുക്കെ പതുക്കെ മനസ്സിലാക്കി ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ക്ലെൻസിങ് നടക്കുന്നതാണ്. അതായത് ഈ ക്ലെൻസിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് പലപ്പോഴും നമ്മൾക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിൽ. അതല്ല എങ്കിൽ പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഷാഡോ സെൽഫിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നടക്കുന്ന ഒരു പേർജിങ് ആയിരിക്കും. ഹാർട്ടിൽ ഹെവിനെസ് തോന്നാവുന്നതാണ്. പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസിലൂടെ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഫേസ് വരുന്നതാണ്. എന്നാൽ ഇതിലൂടെ പോകുമ്പോഴും ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അട്രാക്റ്റായി അതിലേക്ക് വരാനായിട്ടുള്ള ഒരു റെസെപ്റ്റീവ് മൂഡിലേക്ക് ന്യൂലി അവേക്കനായിട്ടുള്ള ഫെമിനൈൻ എനർജീസ് എത്തുന്നതാണ് ഈ ഒരു ടൈമിൽ. ഈ പേർജിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏകദേശം 8 പോർട്ടൽ വരെ ഇപ്പം തുടർച്ചയായിട്ട് ഓൺ ആൻഡ് ഓഫ് പോലെ സംഭവിക്കുന്നതാണ്. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2024 എന്ന് പറയുന്നത് കർമ്മ ക്ലിയറൻസിൻ്റെ വർഷമായതുകൊണ്ടും പിന്നെ അവേക്കനിങ്സ് ആൻഡ് അസെൻഷൻ വളരെ ഫാസ്റ്റായിട്ട് ആസ് കമ്പയർഡ് ടു പഴയ ഒരു എന്താ പറയുന്ന അവേക്കനിങ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പുതിയതായിട്ട് വന്ന അവേക്കനിങ്സിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു അസെൻഷൻ പ്രോസസ്സ് യൂണിവേഴ്സായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പേർജിങ്ങും ഹെവിനെസ്സും ട്രിഗേഴ്സും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 69 നമ്പർ കാണുന്നതാണ്. കുറച്ചൊന്ന് ബാലൻസ് ആയി ഫെമിനൈൻ എനർജിയെ ബാലൻസ് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ 96 നമ്പർ ഏഞ്ചൽ നമ്പർ ആൻഡ് 1111 നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ കാണുന്നതാണ്. അടുത്തതായിട്ട് ഒരു 40 തൊട്ട് 60% വരെ ഹീലായിട്ട് ആ ഒരു മിഡ് സ്റ്റേജിൽ ജേർണിയുടെ മിഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജീസ്, അവരുടെ കാര്യം അവർക്കും പെൻഡിങ് ഉള്ള കർമ്മ ഇനിയും കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ നിന്നും പോകാത്ത ആ ഒരു കർമ്മ ക്ലിയറൻസ് ഈ ഒരു സമയത്ത്, അതായത് ഇൻ പെർട്ടിക്കുലറായിട്ട് ഏപ്രിൽ 4 ഒരു പോർട്ടൽ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടായിട്ട് കംപ്ലീറ്റ് കർമ്മ ക്ലിയറൻസ് നടക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിവൈനായിട്ട് തന്നെ ആ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനോടെ അവിടെയൊക്കെയും നമുക്ക് ഒരു ക്ലിയറൻസ് നടത്തി തരുന്നതാണ്. ഇവർക്കും ഹാർട്ടിൽ ഹെവിനെസ് തോന്നാവുന്നതാണ്.
ഹാർട്ട് ചക്രയുടെ ഹെവിനെസ്സിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ബ്ലറി വിഷൻ, അതായത് കാഴ്ചയിൽ ഒരു മങ്ങൽ പോലെയൊക്കെ തോന്നുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ദഹനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വരാവുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെത്ത് സംഭവിക്കുകയാണ്. നമ്മുടെ ഓൾഡ് പാറ്റേണെ, ഓൾഡ് തോട്ട് പ്രോസസ്സിനെയൊക്കെയും ഇവിടെ ടോട്ടലായിട്ട് അവരുടെ ഉള്ളിൽ, അവരുടെ എനർജറ്റിക് ഫീൽഡിൽ ക്ലെൻസ് ചെയ്യുകയാണ് യൂണിവേഴ്സ് ഇവിടെ ചെയ്യുന്നത്. ഇവരുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ലൈറ്റ് വർക്കേഴ്സ് ആണെങ്കിൽ പലരും ഒരു ചുവടായിട്ട് അവർ യൂട്യൂബൊക്കെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങിയെങ്കിലും അവിടെയും അവർക്ക് ഒരു സസ്റ്റെയിൻ ആയിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല. അത് ടോട്ടലായിട്ട് ക്ലെൻസ് ആവുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോൾ പർപ്പസ് ഇത് തന്നെയാണോ എന്നൊന്നും നമ്മൾ പിന്നെയും ഡൗട്ട് എനർജിയിൽ വരേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നമ്മളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നും ഈ DFs ഒക്കെയും മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. April 4th കഴിയുമ്പോൾ, ആ ഒരു പോർട്ടൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് അതിലേക്ക് എങ്ങനെ നമ്മൾക്ക് എത്തപ്പെടാം എന്നുള്ള ആ ഒരു ശരിക്കും പറഞ്ഞാൽ സീഡ്സ് അല്ലെങ്കിൽ വിത്തുകൾ നമ്മൾ മണ്ണിൽ പാകുന്ന പോലെ അവരുടെ ലൈഫ് പർപ്പസിൻ്റെ വിത്തുകൾ അവർ മണ്ണിൽ പാകാൻ, അവരുടെ ഐഡിയാസ് മണ്ണിൽ പാകാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഇവിടെ ഇവർ ഈ പർപ്പസിലേക്ക് വരാനായിട്ട്, അതായത് ലൈഫ് പർപ്പസ് ആവട്ടെ സോൾ പർപ്പസ് ആവട്ടെ, അതിലേക്ക് വരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള സോൾസിനെ യൂണിവേഴ്സായിട്ട് അവരുടെ പാത്തിലേക്ക് അലൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇവരുടെ DMs കൗണ്ടർ പാർട്സ് വന്നിട്ട് അവർ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോവുകയായിരിക്കും. ബേസിക് ആയിട്ടുള്ള അവരിൽ ഹൈ ആയിട്ടുള്ള ആ ഒരു ഈഗോനെ ഡെത്ത്, അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഡെത്തിന് സംഭവിക്കാനുള്ള കാർമിക് ട്രിഗേഴ്സ് അവരിൽ ഇനിഷ്യലായിട്ട് യൂണിവേഴ്സ് കാർമിക്സിലൂടെ കൊടുത്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഈ ഒരു ഡിവൈൻ ഫെമിനൈൻസ്, അതായത് 40 തൊട്ട് 60% വരെ ഹൈയിലായിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ് എങ്കിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കൗണ്ടർ പാർട്സിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. ഇവർ നോർമലായിട്ട് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 144, 96, 333, 666 ഇതൊക്കെ ആയിരിക്കും. കാർമിക് എൻഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ കൗണ്ടർ പാർട്സ് 2 പേർക്കും നല്ല മിസ്സിങ് എനർജി കാണും. അതായത് DMനെ മിസ്സാവാനുള്ള ഒരു എനർജിയിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം DMും DFനെ മിസ്സാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു എനർജി നമ്മൾ പിക്ക് ചെയ്യുന്നതാണ് ഇവിടെ. അടുത്തതായിട്ട് ഹൈലി ഇവോൾവ് ആയിട്ടുള്ള ഹീൽഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ഒരു എനർജി അപ്ഡേറ്റ് തരികയാണ്. ഇവർ ഇങ്ങനെയുള്ളവർ, അതായത് നന്നായിട്ട് ഹീലായി സോൾ പർപ്പസ് ഒക്കെ ചെയ്യുന്ന ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ, അതിലൊക്കെ അലൈൻഡ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ വർഷം റീയൂണിയൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഇവരുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും വരാനായിട്ട് ഓൾറെഡി അത് സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കും. എന്നാൽ അതിൻ്റെ ഒരു വേഗത ഈ ഒരു പോർട്ടൽ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ ഇടയ്ക്കൊക്കെയും ഇവരിൽ ഇനി എന്തെങ്കിലും അൺഹീൽഡ് ആയിട്ടുള്ള പാർട്ടുണ്ടെങ്കിൽ അതും ഡിവൈനായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുന്നതാണ്. ഇവർ കാണുന്ന ഒരു ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 177, 144, 69, 96, 396 ഇവയ്ക്ക് ആയിരിക്കാം. അതല്ലാതെ DMൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് യൂണിവേഴ്സ് എപ്പോഴും കാട്ടിക്കൊണ്ടിരിക്കും. ഇവരുടെ DMs വന്നിട്ട് ശരിക്കും ടോട്ടലായിട്ട് ഒരു ഈഗോ ഡെത്ത് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഫേസാണിത്. അതുപോലെ തന്നെ കാർമിക് എൻഡിങ്ങിൻ്റെ ടൈമുമാണ് ഇവരുടെ DMസിൻ്റെ ലൈഫിൽ. സോ ദാറ്റ് ഒരു മിസ്സിങ് എനർജി, അതായത് DM എപ്പോഴൊക്കെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ DM ഈ ഫുള്ളി ഹീൽഡ് ആയിട്ടുള്ള DFനെ മിസ് ചെയ്യുകയാണെങ്കിൽ അത് ടോട്ടലായിട്ടും ആ ഒരു എനർജി ഇവർ പിക്ക് ചെയ്യുന്നതായിരിക്കും.
DM പലപ്പോഴും ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് റിയലൈസ് ആവുന്ന ഒരു ഫേസാണിത്. ഈ മെർക്കുറി റെട്രോഗേറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നോ കമ്മ്യൂണിക്കേഷനിലുള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കമ്മ്യൂണിക്കേഷനിലുള്ളവർ വളരെ ശ്രദ്ധിച്ച് കമ്മ്യൂണിക്കേറ്റ് ആവുക അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട്. കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അവരുടെ കൗണ്ടർ പാർട്ട് മേ ബി അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ 2 കൗണ്ടർ പാർട്സിനും, അതായത് DMനും DFനും വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു ഡിവൈൻ ടെസ്റ്റുകൾ നടക്കാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട് ഈ ഒരു പോർട്ടൽ കഴിയുമ്പോഴത്തേക്ക്. സോ എന്ത് ടെസ്റ്റ് വന്നാലും സോളിനോട് അലൈനായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എല്ലായ്പ്പോഴും DFs ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എങ്ങനെയാണോ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്നത്, അവരുടെ എനർജി എവിടെയും ലൂസ് ചെയ്യാതെ, ലീക്ക് ചെയ്യാതെ, അവരുടെ ആ ഒരു ക്വീനിൻ്റെ എനർജിയിൽ ഇരിക്കാനായിട്ട് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. അവർ എല്ലായ്പ്പോഴും അവരുടെ പവറിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ DFസിനുള്ള ഒരു അഡ്വൈസ്. അപ്പോൾ ഈ ഒരു ടൈമിനെ, ഈ ഒരു ക്ലെൻസിങ് ടൈമിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ബെറ്റർമെൻറ്റിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം, ട്രാൻസ്ഫോർമേഷനെ റിസീവ് ചെയ്യുക. അത് നമുക്ക് പേർജിങ് നടക്കുന്നുണ്ടാവാം, മിസ്സിങ് എനർജി ആവാം, എന്തെങ്കിലും കാർമിക് ട്രിഗേഴ്സ് ആവാം. ഇതൊക്കെയും ഒരു അവയർനെസ്സിൽ ഇരുന്നുകൊണ്ട്, നമ്മൾ സോളിൻ്റെ ഒരു അവയർനെസ്സിൽ ഇരുന്നുകൊണ്ട് ഫേസ് ചെയ്യുക. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെയും ടെസ്റ്റുകൾ വരുമ്പം ഒരു 3D സെൽഫിലേക്ക് വരുമ്പോഴാണ് പിന്നെയും നമ്മൾ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതും ടെസ്റ്റിൽ ഫെയിൽ ആവുന്നതും. സോ എല്ലായ്പ്പോഴും ഒരു റിസെപ്റ്റീവ് എനർജിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സോൾ ലെവലിൽ ചിന്തിക്കാൻ പറ്റും. അതായത് ഈ സംഭവിക്കുന്ന എല്ലാം നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പർപ്പസ് തിരിച്ചറിഞ്ഞ എനർജീസ്, സോൾസ് അവരവരുടെ കാര്യങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും അതിനെ വിഷ്വലൈസേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ടും നോ തോട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ സമയത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ കണക്റ്റ് ആവാനും നമ്മളുടെ ഉള്ളിലെ ഷാഡോ സെൽഫിനെ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഹീൽ ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഈ ഒരു പോയിന്റിൽ മേ ബി എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും എല്ലായ്പ്പോഴും ഓർക്കുക, അത് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ടാണ് ഡിവൈൻ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഒരു അവയർനെസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ജേർണിയെ സറണ്ടർ ചെയ്തിട്ട് മുമ്പോട്ട് പോകുക. അപ്പോൾ എല്ലാവർക്കും തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.